The Real FM 103.6. ശ്രദ്ധ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, ലോകബാങ്ക് എന്നിവയുടെ സഹായത്തോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കേരള വാർണിംഗ്സ്, ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതിന്റെ ചുരുക്കരൂപമാണ് കവചം. ഇതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നിർവഹിച്ചു. അതിതീവ്ര ദുരന്ത സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കവചത്തിലൂടെ സാധിക്കും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ SS ഗീതു. കവചം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്തത്. ബേസിക്കലി അതിനോടനുബന്ധിച്ച് നമ്മൾ അലേർട്ട് അഗ്രിഗേഷൻ, അലേർട്ട് ജനറേഷൻ, അലേർട്ട് ഡിസിമിനേഷൻ, ഇങ്ങനെ 3 വിഭാഗങ്ങളായിട്ടാണ് ആ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അത് അലേർട്ട് അഗ്രിഗേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിവിധ ഗവൺമെന്റ് ഏജൻസികളിൽ നിന്നും അതുപോലെ പ്രൈവറ്റ് വെതർ ഏജൻസിയിൽ നിന്നും നമ്മൾ ഇൻപുട്സ് API വഴി എടുക്കുന്നുണ്ട്. അങ്ങനെ അലേർട്ട്സ് ഞങ്ങൾ അഗ്രിഗേറ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് ഞങ്ങളുടെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അലേർട്ട്സ് ജനറേറ്റ് ചെയ്യും. അതിന്റെ അടുത്ത തിങ് എന്ന് പറയുന്നത് അലേർട്ട് ഡിസിമിനേഷൻ ആണ്. അലേർട്ട് ഡിസിമിനേഷനിൽ ഞങ്ങൾ 126 സൈറൻസ് കേരളത്തിലുടനീളം വച്ചിട്ടുണ്ട്. അതിൽ 93 നമ്മൾ ഇൻസ്റ്റലേഷൻ ഫുള്ളി അപ്പാക്കിയത്. ബാക്കി സൈറൻസും കൂടെ ഉടനെ തന്നെ അപ്പാവുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾക്ക് 77 താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സും 14 ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സും അതുപോലെ 14 ഫയർ സ്റ്റേഷനും 20 മൾട്ടിപ്പിൾ. ഇത് ഇത്രയും തന്നെ ഞങ്ങൾ VPN വെച്ച് ഈ എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സ് കണക്റ്റഡ് ആണ്. അപ്പോൾ അലേർട്ട് ഡിസിമിനേറ്റ് ചെയ്യാൻ ഞങ്ങൾ സൈറൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷൻ ഈ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ് സജീവ് എന്ന് പറയുന്ന NDMA പ്രൊജക്ട് ഉണ്ട്. വരും കാലങ്ങളിൽ ഈ ക്യാപ്പും ഞങ്ങൾ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ക്യാപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോർകാസ്റ്റ് മെസ്സേജസ് നമുക്കിപ്പോൾ മൊബൈൽസിൽ മെസ്സേജ് ആയിട്ട് വരുന്നത് ഈ ക്യാപ് സജീവ് പ്ലാറ്റ്ഫോമിലൂടെയാണ്. അപ്പം അതും ഞങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ സൈറൻസ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഭാവിയിൽ നമ്മൾ ഇന്റഗ്രേഷനിലേക്ക് വരും. നിലവിൽ നമ്മൾ സൈറൻസും സോഷ്യൽ മീഡിയ ഇന്റഗ്രേഷനും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത്. ഈ സൈറൻസ് നമുക്ക് റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ട്, അതുപോലെ യെല്ലോ അലേർട്ട്, അങ്ങനെ റെയിൻഫോളിന്റെ 3 അലേർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സുനാമി വേവ്സിനും ഇതിനൊക്കെ ഈ ഒരു അലേർട്ട് സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ ഇത് കൂട്ടിയാൻ പോസിബിൾ ആണ്. അതുപോലെ നമുക്ക് ലൈവായിട്ട് അനൗൺസ്മെന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. സൈറ്റിൽ നിന്ന് അനൗൺസ്മെന്റ്സ് നമുക്ക് പോസിബിൾ ആണ്. ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും പോസിബിൾ ആണ്. അല്ല താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സിൽ പോസിബിൾ ആണ്, ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെന്റേഴ്സിൽ പോസിബിൾ ആണ്, ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലും പോസിബിൾ ആണ്. ഇത് കൂടാതെ സൈറൻസിന് ഫ്രീക്വൻസി നോട്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ റെയിൽവേസിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ ഉടനെ തന്നെ കുട്ടികൾക്കുള്ള പാഠഭാഗങ്ങളിൽ പോലും ഈ നോട്ട്സ് എന്താണെന്നും ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സും ഒക്കെ നമുക്ക് ലഭ്യമാക്കുന്നതായിരിക്കും. കവചത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു KSDMA മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ L. കുര്യാക്കോസ്. രാജ്യത്ത് വളരെ വിപുലമായ ഒരു സൈറൺ ശൃംഖല സ്വാതന്ത്ര്യാനന്തരം ആദ്യത്തെ ഒരു 20 വർഷം മുനിസിപ്പാലിറ്റികളിലും ഒക്കെയായി നിലനിന്നിരുന്നു. ആ സൈറൺ ശൃംഖലയിൽ നമ്മളുടെ ഫാക്ടറികളിലെ സൈറണുകൾ അപൂർവമായും ഇന്ത്യൻ റെയിൽവേയുടെ സൈറൺ നെറ്റ്വർക്കുമാണ് ബാക്കിയായി നിലനിൽക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ സൈറൺ ശബ്ദിക്കുന്നതിന്റെ വിവിധ രീതികൾ മനസ്സിലാക്കിക്കൊണ്ട് അതാത് സൈറൺ ശബ്ദിക്കുന്ന ഡിവിഷന് കീഴിൽ എന്തുതരം അപകടമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സമൂഹം കേരളത്തിൽ 50കളിലും 60കളിലും സ്കൂളിൽ പഠിച്ചിറങ്ങിയ തലമുറ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ഇപ്പോഴും ഇത്തരം സൈറൺ വീജികൾ കേൾക്കുമ്പോൾ അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് അറിയാമായിരിക്കും. പ്രത്യേകിച്ചും 2ാം ലോക മഹായുദ്ധവും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും ഒക്കെ നടന്ന കാലത്ത് സൈറണുകൾ വളരെ പ്രാധാന്യമുള്ള ഒരു ഉപകരണമായിരുന്നു. പ്രത്യേകിച്ചും എയർ റെയ്ഡുകൾ, നേവൽ റെയ്ഡുകൾ പോലെയുള്ളതൊക്കെ നടക്കുമ്പോൾ സൈറണുകൾ ശബ്ദിപ്പിച്ചിട്ടാണ് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നത്. ബങ്കറുകളിലേക്ക് ആളുകൾ ഓടി ഒളിച്ചിരുന്നതും വലിയ ഗ്രൗണ്ടുകളിൽ നിന്നൊക്കെ ഒളിച്ചു മാറി ബോംബുകളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ടിരുന്നതും ഒക്കെ സൈറൺ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു. പക്ഷെ കാലാന്തരത്തിൽ നമ്മൾക്ക് ഇത്തരം യുദ്ധങ്ങളും ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇവയുടെ പ്രാധാന്യം തുലവും തുച്ഛമായി. സമയം നോക്കാൻ വേണ്ടി കുറെ കാലം പിന്നെയും ചില സൈറണുകളെങ്കിലും ഉപയോഗിച്ചു വന്നിരുന്നു. ചില ജില്ലകളിലെങ്കിലും കേരളത്തിൽ ഇപ്പോഴും ആ സൈറണുകളുണ്ട്. കൊല്ലത്ത് ഒക്കെ സൈറന്റെ പ്രധാനപ്പെട്ട ഉപയോഗമായ അപകട സാധ്യത അറിയിക്കൽ എന്ന ഒരു പ്രവൃത്തി അധികമായി വേണ്ടി വന്നിരുന്നില്ല. ഇന്ത്യൻ റെയിൽവേയിൽ മാത്രം അത് വളരെ ശക്തമായ ഒരു നെറ്റ്വർക്കായി
സേഫ്റ്റി ഓഫീസർമാരുടെ കീഴിൽ തുടർന്നുകൊണ്ടുമിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഈ കാലഘട്ടത്തിൽ സൈറണുകൾക്ക് ഒരു പുതിയ പ്രസക്തി സമൂഹത്തിൽ ഉണ്ടായിരിക്കുകയാണ്. പ്രസക്തി എന്ന് പറയുന്നത് മുന്നറിയിപ്പുകൾ, ഏർലി വാർണിംഗ് ഫോർ ഓൾ എന്ന ഒരു പരിപ്രേക്ഷ്യത്തിൽ നിന്ന് കാണുമ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുവാൻ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമായി സൈറൺ തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ തിരിച്ചു വന്ന സൈറണുകൾക്ക് പക്ഷേ ഇന്ത്യൻ റെയിൽവേയുടേതുപോലെയോ അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെയോ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. കൃത്യതയോടുകൂടി അതിന്റെ സാങ്കേതികമായ മുന്നറിയിപ്പ്, ഏത് പ്രദേശത്ത് എന്ത് തീവ്രതയിൽ എപ്പോൾ ഉണ്ടാകും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പ് സൃഷ്ടിക്കാൻ പറ്റുന്നത് വളരെ ചുരുക്കം ചില പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യത്തിലാണ്. ഉദാഹരണത്തിന് ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച് ഏത് പ്രദേശത്ത് ബാധിക്കും, ഏകദേശം എത്ര സമയത്താണ് ഇത് ഉണ്ടാകുക, എന്ത് തീവ്രതയിലാണ് ഈ കാറ്റ് വീശുക, അതുകൊണ്ടുണ്ടാകാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്നതൊക്കെ നമ്മൾക്ക് പൊതു സമൂഹത്തോട് പറയാൻ പറ്റുന്ന അളവിൽ മുന്നറിയിപ്പ് സാങ്കേതിക വിദ്യ വളർന്നിട്ടുണ്ട്. എന്നാൽ ഉരുൾപൊട്ടൽ, ഭൂകമ്പം, വെള്ളപ്പൊക്കം ഇവയിലൊക്കെ ഇനിയും സാങ്കേതിക വിദ്യ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു പ്രദേശത്ത് മൊത്തം, അവിടെ ഏത് സ്ഥലത്ത് കൃത്യമായി ഏത് സമയത്തുണ്ടാകുമെന്ന് അറിയാൻ പറ്റില്ലെങ്കിലും ഏകദേശം ഏത് ദിവസം ആണ് ഉണ്ടാകുക എന്നത് ഏറെക്കുറെ നന്നായി ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ആ സാഹചര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് എത്തിച്ച് അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനുള്ള സന്ദേശങ്ങൾ നമ്മൾക്ക് കൈമാറാനും പറ്റുന്നുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇപ്പോ സോഷ്യൽ മീഡിയ, ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന SMS ഒക്കെ കൊടുത്തു വരുന്നുണ്ട്. എന്നാൽ സൈറൺ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പൊതുബോധത്തിൽ എന്തോ അപകടത്തെ സൂചിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അവയുടെ ഒരു വ്യാപകമായ ശൃംഖലയുണ്ടെങ്കിൽ പൊതുസമൂഹം കൂടുതൽ ശ്രദ്ധയോടുകൂടി ഇത്തരം മുന്നറിയിപ്പുകളെ സ്വീകരിക്കുകയും അവയോട് പ്രതികരിക്കുകയും ചെയ്യും എന്ന ഒരു ബോധ്യമാണ് നമ്മൾക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിൽ എല്ലായിടത്തും ഇത്തരം സൈറണുകൾ വിന്യസിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഒറീസയിലാണ് സൈറണുകളുടെ ഒരു വലിയ ശൃംഖല ഉള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 10 വർഷത്തിൻ്റെ ഇടയിൽ ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗപ്പെടുത്തി വിവിധ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളെ ക്രോഡീകരിച്ച് അതിനു വേണ്ടുന്ന ഒരു ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഉൾപ്പെടെ സൈറണുകളെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ശൃംഖല വ്യാപകമായി സൃഷ്ടിച്ചത് കേരളമാണ്. അതിന്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. രാത്രി സമയങ്ങളിലാണെങ്കിൽ വെളിച്ചവും പ്രദർശിപ്പിക്കാൻ പറ്റും. റെഡ് എങ്കിൽ റെഡ്, ഓറഞ്ച് എങ്കിൽ ഓറഞ്ച്. അവിടെ നൈറ്റ് വിഷൻ ക്യാമറകളുമുണ്ട്. അപ്പോൾ ആളുകൾ എങ്ങനെ ഇതിനോടൊക്കെ പ്രതികരിക്കുന്നു എന്നതും നമ്മൾക്ക് കണ്ടെത്താൻ പറ്റും. ഇത് ഒരു തുടക്കമാണ്. സൈറണുകളുടെ ശബ്ദത്തിനനുസരിച്ച് നമ്മളുടെ പൊതുബോധം വീണ്ടും വളർത്തിയെടുക്കണം. സൈറൺ ഇങ്ങനെ ശബ്ദിച്ചാൽ ഇന്നതാണ് അതിന്റെ അർത്ഥമെന്നും ആ അർത്ഥത്തിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നും പൊതുസമൂഹത്തിനെ മനസ്സിലാക്കിച്ചെടുക്കാനും ഇനി സമയമെടുക്കും. അപ്പൊ ആ പ്രവർത്തികളിലേക്കാണ് നമ്മൾ ഇനി കിടക്കുക. ഇപ്പോ വളരെ വലിയ സൈറണുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 8 ഹോണുകളുള്ള 1 കിലോമീറ്റർ എങ്കിലും കേൾക്കാവുന്ന, നിരന്ന പ്രദേശങ്ങളിൽ 3 കിലോമീറ്റർ വരെ ശബ്ദം കേൾക്കും. അത്തരം ഹോണുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ IoT സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ചെറിയ ചെറിയ ഹ്യൂമൻ ക്ലസ്റ്റേഴ്സിൽ നമ്മൾക്ക് കൂടുതൽ വ്യാപകമായി ശബ്ദ സന്ദേശങ്ങൾ എത്തിക്കാൻ സാധിക്കും. അപ്പോൾ വെളിച്ചം, ശബ്ദം, ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഇതിലൂടെ എല്ലാം മുന്നറിയിപ്പിനോടനുബന്ധിച്ച് ജനങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കണം എന്ന വിവരവും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനമാണ് കവചം എന്നാണ് കേരള വാർണിംഗ്സ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സിസ്റ്റം. വളരെ വിപുലമായ സൈറൺ സംവിധാനം നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. ഈ സൈറൺ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് പരിചിതവുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അത്തരമൊരു സംവിധാനം നിലവിലില്ല. അടിക്കടി കാലാവസ്ഥാ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന ഇക്കാലത്ത് ദുരന്ത മുന്നറിയിപ്പുകൾ മുൻകൂട്ടി നൽകുന്നതിന് സൈറൺ സംവിധാനങ്ങൾ ആവശ്യമായി വരും. അതുകൊണ്ട് തന്നെ വിവിധ സൈറനുകളുടെ ഭാഷയും സ്വഭാവ സവിശേഷതയും കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് C. ഉദയചന്ദ്രൻ. ആശയം നിർവഹണം C. കൃഷ്ണകുമാർ. ശ്രദ്ധ.